ഇവരൊക്കെ എവിടെയെങ്കിലും സ്ഥലം തന്നാലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങോട്ട് പോകും. അല്ലാതെ ഞങ്ങൾക്കും ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡൻസിനും ഒരുപാട് കുട്ടികൾക്ക് ഈ ബുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര നഷ്ടമായിരിക്കും. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് അവർ ആദ്യം വന്ന് സ്മാർട്ട് സിറ്റി ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഓട പണിയണം, അതുകൊണ്ട് നിങ്ങൾ കുറേ ഒതുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാടോളം ഒതുക്കി കൊടുത്തു. ഉള്ളിലോട്ട് ഒതുക്കിയ ശേഷം ഓടയും പണിഞ്ഞ് മോളിൽ സ്ലാബ് ഇട്ടതിന് ശേഷമാണ് അവർ വന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറണമെന്ന്. അപ്പം നമ്മൾ ചോദിച്ചു ബദൽ സംവിധാനം. തലസ്ഥാന നഗരത്തിൻ്റെ ഹൃദയഭാഗമായ പാളയത്ത് പബ്ലിക് ലൈബ്രറിയോട് ചേർന്ന് ഒരു പുസ്തകത്തെരുവുണ്ട്. ചെറിയ കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പ്രായഭേദമന്യേ ആശ്രയിക്കുന്ന ഒരു പുസ്തകത്തെരുവാണിത്. സാധാരണ കുട്ടികൾക്ക് കുറഞ്ഞ നിരക്കിൽ പുസ്തകങ്ങൾ ലഭിക്കുന്നത് കൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് സഹായകമാവുകയും ചെയ്യുന്ന ഒരു പുസ്തകത്തെരുവാണിത്. എന്നാൽ ഇപ്പോൾ നഗരത്തിൻ്റെ നവീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ഇവിടം ഒഴിപ്പിക്കാനുള്ള ഒരു തീരുമാനത്തിലാണ് എത്തി നിൽക്കുന്നത്. വരൂ നമുക്ക് അവരോട് തന്നെ ചോദിക്കാം എന്തൊക്കെ ബുദ്ധിമുട്ടുകളാണ് ഈ ഒരു സാഹചര്യത്തിൽ അവർ നേരിടുന്നതെന്ന്. ഇവിടെ ഏകദേശം 35 വർഷമായി പാളയം കേന്ദ്രീകരിച്ച് ഈ ബുക്ക് ബിസിനസ് തുടങ്ങിയിട്ട്. ആദ്യം നമ്മൾ ഇരുന്നതെന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റി ഓഫീസിൻ്റെ ഫ്രണ്ടിൽ. ഇപ്പോൾ സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് അവർ ആദ്യം വന്ന് സ്മാർട്ട് സിറ്റി ഒന്നും പറഞ്ഞില്ല. ഇവിടെ ഓട പണിയണം, അതുകൊണ്ട് നിങ്ങൾ കുറേ ഒതുക്കണമെന്ന് പറഞ്ഞ് നമ്മൾ ഒരുപാടോളം ഒതുക്കി കൊടുത്തു. ഉള്ളിലോട്ട് ഒതുക്കിയ ശേഷം ഓടയും പണിഞ്ഞ് മോളിൽ സ്ലാബ് ഇട്ടതിന് ശേഷമാണ് അവർ വന്ന് പറയുന്നത് നിങ്ങൾ പൂർണ്ണമായിട്ട് മാറണമെന്ന്. അപ്പം നമ്മൾ ചോദിച്ചു ബദൽ സംവിധാനം, അല്ലെങ്കിൽ നമ്മൾ അകത്തോട്ട് കുറച്ചുകൂടെ ഒതുങ്ങി തരാം, നിങ്ങൾ അതിനനുസരിച്ച് പണി ചെയ്ത് പോട്ടെ, നമ്മൾ തടസ്സം ചെയ്യുന്നില്ല. അങ്ങനെ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പോൾ പറയുന്നതെന്ന് പറഞ്ഞാൽ പൂർണ്ണമായിട്ട് ഒതുക്കി കൊടുക്കണമെന്നാണ് പറയുന്നത്. ചിലപ്പോൾ മെഡിസിൻ ഇങ്ങനെയൊക്കെ പഠിക്കുന്ന പാവപ്പെട്ട കുട്ടികളുണ്ട്. അവർ വന്ന് നോക്കുമ്പോഴത്തേക്ക് ഒരുപാട് പൈസ കൊടുക്കണം കടയിൽ നിന്നൊക്കെ വാങ്ങുമ്പോൾ. അപ്പോൾ നമ്മളിന്ന് സെക്കൻഡ് ഹാൻഡ് വിലയ്ക്ക് വാങ്ങുകയും ചെയ്യും, നമ്മൾ ഏറ്റവും വളരെ വില കുറച്ച് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ഒരുപാട് പേർക്ക് അതൊരു ഉപകാരമുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ ഈ സ്മാർട്ട് സിറ്റിയുടെ പരിപാടിയായിട്ട് വന്നതിന് ശേഷം ഇത്രയും ഉപകാരമുള്ളൊരു കാര്യത്തിന് ഇവിടെ നിർത്ത് മാറ്റണമെന്ന് പറഞ്ഞതിൻ്റെ ലോജിക്ക് എന്താണെന്ന് മനസ്സിലാകുന്നില്ല. കാര്യം എന്ന് വെച്ചാൽ അത് മറ്റുള്ള വേറൊരു കച്ചവടം അല്ലല്ലോ ഇത്. ബുക്കിൻ്റെ ഇതായിട്ട് പറയുമ്പോഴത്തേക്ക് ബുക്ക് ഒരാൾക്ക് ഉപകാരമുള്ളതാണ്. അത് പോയിട്ട് നമ്മൾ ഒരു ശല്യത്തിനോ കാര്യത്തിനോ ഒന്നിനും പോകുന്നില്ല. അപ്പോൾ ഇതിപ്പോൾ ഈ സ്മാർട്ട് സിറ്റി എന്ന് പറഞ്ഞ പരിപാടിയും വന്നിപ്പോൾ നോട്ടീസൊക്കെ ഒട്ടിച്ചിട്ട് പോയി ഇതിൻ്റെ എന്താണ് സംഭവം എന്നുള്ളത് നമുക്ക് മനസ്സിലാവില്ല. ഇവിടെ മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് എവിടെ മാറ്റണമെന്നോ അല്ലെങ്കിൽ എങ്ങോട്ട് മാറ്റി കൊണ്ടുപോകണമെന്നോ അല്ലെങ്കിൽ നമുക്ക് ഇതിനൊരു ഉപജീവന മാർഗ്ഗം നമുക്ക് വേറെ ഉണ്ടാക്കി തരാമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. ഇത് മാറ്റുക എന്നുള്ള കാര്യം മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. ഇവരൊക്കെ എവിടെയെങ്കിലും സ്ഥലം തന്നാലേ നമുക്ക് ഇരിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഇവർ പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഇവിടുന്ന് മാറ്റുക എന്ന് പറഞ്ഞാൽ ഞങ്ങളെങ്ങോട്ട് പോകും. അപ്പോൾ നമുക്കങ്ങനെ പോകാൻ വേറെ മാർഗ്ഗങ്ങളൊന്നുമില്ല. വേറെ എവിടെ പോകാനുള്ള സ്ഥലമോ കാര്യങ്ങളോ എല്ലാം തന്നിട്ട് നിങ്ങൾ എവിടെയെങ്കിലും ഇരിക്കുമെന്ന് പറഞ്ഞെങ്കിൽ നമുക്ക് മാറിപ്പോയായിരുന്നു. അപ്പോൾ നിങ്ങളിതെങ്ങനെയെങ്കിലും ഒന്ന് നമുക്കൊന്ന് ഇവിടെ ഇരിക്കാനുള്ളൊരു സൗകര്യം ഉണ്ടാക്കി തരിക എന്നുള്ളതാണ് പറയാനുള്ളത്. സ്മാർട്ട് സിറ്റിയുടെ ഭാഗമായിട്ട് ഇവിടേക്ക് ഒഴിപ്പിക്കുക എന്ന് കേട്ടിരുന്നില്ലേ? അതിനെ പറ്റിയിട്ട് എന്താണ് പറയാനുള്ളത്? വളരെ വിഷമമായി. കാരണം എന്താ വെച്ചാൽ ഞങ്ങൾ ഒരുപാട് സ്റ്റോളിലൊക്കെ കിട്ടാതിരുന്ന ബുക്ക് ഇവിടെ വരുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടാറുള്ളത്. അപ്പോൾ അതിന് ഓപ്പർച്യൂണിറ്റി ആയിരുന്നു. ലൈക്ക് ഒരു എന്താ പറയുക, ഒരു ലൈബ്രറി പോവാണ്ട് ഇതല്ലാണ്ട് വേറെ ലൈബ്രറി കുറച്ച് ദൂരമാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഈസി ആയിട്ട് ഇവിടെ നിന്ന് മേടിക്കുന്നതായിരുന്നു ഈസി. പക്ഷെ ഇത് പോകാന്ന് വെച്ചാൽ ഒരു എന്താ പറയുക, ആ ഒരു ഇത് പോകുന്നതിലേക്ക് നമ്മൾ വായനക്കാർക്ക് പാട് ഉണ്ടായിരുന്ന ഒരു ഇതായിരുന്നു ഇവിടെ വന്ന് വായിക്കുക എന്നുള്ളത്. പക്ഷെ അത് പോയി കിട്ടി. അല്ലാതെ ഞങ്ങൾക്കും ഇതുപോലുള്ള ഒരുപാട് സ്റ്റുഡൻസിനും ഒരുപാട് കുട്ടികൾക്ക് ഈ ബുക്ക് ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേർക്ക് ഇത് ഭയങ്കര നഷ്ടമായിരിക്കും. എന്താ പറയുക, ഒരു ഇത് കൊണ്ടുവരുമ്പോൾ രണ്ടും കൂടെ എല്ലാവർക്കും പറ്റുന്ന രീതിയിൽ ഇത് ചെയ്യാം. അല്ലെങ്കിൽ രണ്ട് ഭാഗങ്ങൾക്കും ഒരു പോസിറ്റീവ് വൈബായിട്ട് കൊണ്ടുവരുന്നതായിരിക്കും കുറച്ചും കൂടെ നല്ലത്. കാരണം നമുക്കിപ്പം ഒരു പുതിയൊരു ഡെവലപ്മെൻറ്റ് വരുമ്പോൾ നമുക്ക് ഈ ഒരു ഇത് മുടങ്ങാൻ പാടില്ല. നമുക്ക് ഇവിടുന്ന് ബുക്ക് മേടിക്കണം എന്നാണ് ആഗ്രഹം. നമ്മൾ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇത് എല്ലാ സ്റ്റേറ്റുകളിലും സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് ഉണ്ട്. ആ ഭാഗത്തെല്ലാം സ്ഥിര സംവിധാനം എല്ലാ സ്റ്റേറ്റുകാരും അത് സ്ഥിര സംവിധാനം ബുക്കിന് കൊടുത്തിട്ടുണ്ട്. ഈ ബുക്ക് ഇരിക്കുന്നതാണ് ശരിക്കും പറഞ്ഞാൽ സ്മാർട്ട് സിറ്റി. ബുക്ക് തന്നെയാണ് സ്മാർട്ട് സിറ്റി. വിദേശികളൊക്കെ ഇവിടെ പോയി കഴിഞ്ഞാൽ വണ്ടിയിലോ നടന്നോ വല്ല വാഹനത്തിലോ പോകുമ്പോൾ ഇവിടെ ചാടി വന്നിറങ്ങി ഈ ഫോട്ടോ എടുക്കുകയാണ്. ഇത് കാണുമ്പോൾ അവർക്ക് എന്തോ ഒരു അനുഷ്ഠമാണ്. തിരുവനന്തപുരത്തിൻ്റെ ഏറ്റവും മനോഹരമായ ഒരു ഇതെന്ന് പറഞ്ഞാൽ ഈ സെക്കൻഡ് ഹാൻഡ് ബുക്ക് ബിസിനസ് പാളയത്ത് പബ്ലിക് ലൈബ്രറിയിൽ നിലനിൽക്കുന്നതാണ്. എവിടെ നിന്നൊക്കെയാണ് ജനങ്ങൾ വാങ്ങിക്കാൻ വരുന്നത്? പല ജില്ലകളിൽ നിന്നാണ് വാങ്ങിക്കാൻ വരുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് ബുക്കിനെ ആശ്രയിച്ച് വരുന്നവർ ഒരുപാടോളം ജനങ്ങളുണ്ട്. എല്ലാവരും ഇവിടെ വരുന്ന വിദ്യാർത്ഥികളും എല്ലാവരും ഈ സെക്കൻഡ് ഹാൻഡ് ബുക്കിനെയാണ് ആശ്രയിക്കുന്നതും വാങ്ങിക്കുന്നതെല്ലാം. അതുകൊണ്ട് ഈ ബുക്ക് ബിസിനസ് നിലനിൽക്കണം. ഈ ബുക്ക് ബിസിനസ് ഇവിടെ തന്നെ നിർത്തണമെന്നാണ് എൻ്റെ അഭിപ്രായം. ഒരുപാട് വിദ്യാർത്ഥികൾക്ക് സഹായകമാകുന്ന ഒരു പുസ്തകത്തെരുവാണ് ഈ കാണുന്നത്. എന്നാൽ സ്മാർട്ട് സിറ്റിയുടെ വരവോടെ ഇത് ഇല്ലാതാവാൻ പോവുകയാണ്. ഇവിടെയുള്ള ജനങ്ങൾ ഇനി എങ്ങോട്ട് പോകും? മാത്രമല്ല
വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം കുറഞ്ഞ നിരക്കിൽ ഇത്തരത്തിൽ അവർക്ക് പഠനത്തിന് സഹായകമാകുന്ന പുസ്തകങ്ങൾ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമായിരുന്നു. അത് ഇതോടെ നഷ്ടമാകാൻ പോവുകയാണ്.